കരീമേ, നീ ഇപ്പോൾ താങ്ങി നടക്കുന്ന കുരുവട്ടൂരികളുണ്ടല്ലോ, ഈ ഇരുത്തവും പറ്റൂല എന്ന് വാദിച്ച ആളുകളാണ്. അവർക്ക് എന്ന് മുതലാണ് ഇത് പറ്റുക എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഇത്തരം ഇരുത്തത്തിൽ തന്നെയാണ് അവർ മുമ്പ് വിമർശിച്ചതും അതിനെതിരെ സംസാരിച്ചതും ഒക്കെ. അതെന്നു മുതലാണ് അവർക്ക് ഹലാലായത്, നിനക്ക് ഹലാലായത് എന്നുകൂടി അതിൻ്റെ ഡേറ്റ് കൂടി ഒന്ന് അറിയിച്ചാൽ നന്നാവും കേട്ടോ. പിന്നെ കുറേ മുസ്ലിം സംഘടനകൾ ചേർന്ന് ഒരു തിന്മ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ദീനിൽ ഹലാലൊന്നാവില്ല. ഇതൊക്കെ ഇതിനൊക്കെ ഒരുപാട് മറുപടി മുമ്പും പറഞ്ഞതാണ്. ഈ ഒട്ടി നിൽക്കലും ചേർന്ന് നിൽക്കലൊക്കെ ശംസുൽ ഉലമയുടെ പെരടിയിൽ ചാരി വെക്കണ്ട. മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞൊരു ഐക്യത്തിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം നിങ്ങൾ ഞങ്ങളെ മുസ്ലിമായി അംഗീകരിക്കൂ, എന്നിട്ട് നമുക്ക് ആ ഐക്യത്തെപ്പറ്റി ചിന്തിക്കാം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ ആ ജാതി തെറ്റിദ്ധാരണ പരത്തുന്ന സംസാരങ്ങളൊന്നും ചെലവാവില്ല, ചരിത്രബോധമുള്ള ആളുകളുടെ ചെലവാവില്ല. പിന്നെ ഇതിനൊക്കെ വളരെ കൃത്യമായി മുമ്പും പറഞ്ഞതാണ്. ഇത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടി എന്നതിൽ കവിഞ്ഞ് വേറെ ഒരു ഇതുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചല്ലോ, ഇവിടെ രാഷ്ട്രീയപരമായിട്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ അല്ലെങ്കിൽ ഉപകാരമോ ലഭിക്കണമെങ്കിൽ നിയമ സംവിധാനങ്ങളിലൂടെ, നിയമനിർമ്മാണ സഭകളിലൂടെയാണ് അത് നടപ്പിലെടുത്തുക. അല്ലാതെ മുതലക്കുളം മൈതാനിയിൽ സ്റ്റേജിന്മേൽ ഒരുമിച്ചിരുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് മതസംഘടനകൾ ഒരുമിച്ചിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും വരുന്നില്ല. മാറ്റങ്ങൾ എവിടുന്ന വരേണ്ടത്? പഞ്ചായത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്, അല്ലെങ്കിൽ നിയമസഭയിൽ നിന്ന്, അല്ലെങ്കിൽ രാജ്യസഭയിൽ നിന്ന്, അല്ലെങ്കിൽ ലോകസഭയിൽ നിന്ന്. ഈ വിളിച്ച സംഘടന, മുസ്ലിം സംഘടനകളുടെ കക്ഷികളൊന്നും ഈ പറയുന്ന സംവിധാനങ്ങളിലേക്ക് മത്സരിക്കുകയോ അല്ല ആ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരല്ല. അത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. INL, അല്ലെ PDP, അല്ലെ SDPI, അല്ലെ വെൽഫെയർ, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പാർട്ടികളാണ്. ഈ INLനെയും PDPയെയും എന്തുകൊണ്ട് ഇപ്പാണ് തങ്ങൾക്ക് ഇതുപോലൊരു വട്ടമേശ സമ്മേളനം വിളിച്ച് ചേർത്തിരുത്താൻ പറ്റുന്നില്ല, അല്ലെ അവർ വിളിക്കുന്ന പരിപാടിയിലേക്ക് പോകാൻ പറ്റുന്നില്ല? ലിഫ്റ്റ് എന്ന് പോലും സലാം ചൊല്ലിയപ്പോൾ എനിക്ക് സലാം മടക്കില്ല എന്നാണ് SDPയുടെ നേതാവ് പാണക്കാട് തങ്ങളെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ ആദ്യം അത്തരം കക്ഷികളെ ഒരുമിപ്പിച്ച് കൂട്ടിയാണ് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായ മാറ്റം നിയമ സംവിധാനങ്ങളിലൂടെ വരുത്താൻ കഴിയുമെങ്കിൽ ചെയ്യേണ്ടത്. ഇതൊക്കെ തലക്കകത്ത് ചകിരിച്ചോറല്ലാത്ത ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ ജാതി പൊറാട്ട് നാടകം ഈ എല്ലാ റമദാനിലും വിളിച്ചു കൂട്ടി ഓരോ മുജാഹിദിൻ്റെ നോമ്പോർക്ക് അങ്ങോട്ട് പോവുക, മുജാഹിദിന് ഇങ്ങോട്ടുള്ള നോമ്പോർക്ക് വിളിക്കുക, അപ്പുറമുള്ള രണ്ടാൾ ഇപ്പുറം വിളിക്കുക, എന്നിട്ട് നമ്മളെല്ലാം ഒരു മഹത്തായ വലിയ സേവനമാണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്. സ്വന്തം ഇപ്പോൾ ലീഗിൽ നിന്ന് കുറച്ച് ആളുകളെ പുറത്താക്കിയല്ലോ, റസാക്ക് അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകളെ ലീഗിൽ നിന്ന് ഇപ്പോൾ അടുത്തായിട്ട് പുറത്താക്കിയല്ലോ. അത്തരം ഈ ആളുകളെ ഇതുപോലെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഒരു പരിപാടി വരെ നടത്തുമോ? അത് നടത്താത്തത്. അപ്പോൾ അവിടെ ഈ കൂടി ഒരുമിക്കലും അതുപോലെ മുസ്ലിം ഐക്യവും ഏകോപനമൊന്നും അവിടെ ആവശ്യമില്ലേ? അപ്പോൾ ലീഗിന് ഞമ്മൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഈ പൊറാട്ട നാടകം കാണാൻ തുടങ്ങിയിട്ട് കുറേയായി. അത് നടത്തുന്ന കാലത്തോളം വിമർശിക്കും. പിന്നെ അതിന്റെ അടിമകളായി ജീവിക്കുന്ന ആളുകൾക്ക് അവരെ പണി തുടരാമെന്ന് എന്നെ സംബന്ധിച്ച് പറയാനുള്ളൂ. 20 കിതാബ് ഞാൻ ഇന്ന് ധരിച്ചു, 100 കിതാബ് വേണമെങ്കിൽ ധരിക്കാം. ഇനി ഒറ്റ വാക്കുകൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയപ്പെട്ട രൂപത്തിൽ വന്നാലും അല്ലാത്ത രൂപത്തിൽ വന്നാലും പിശാചല്ല. അത് പിശാചിൽ നിന്നുള്ള സ്വപ്നമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള സ്വപ്നമാണ്. ഈ വാദത്തെ പൊളിക്കാൻ പറ്റിയ അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഉദ്ധരണി കൊണ്ടുവരാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പേരോട് കൊണ്ടുവരാം, ധാർമ്മിക്ക് കൊണ്ടുവരാം, ഇനി ആർക്കും കൊണ്ടുവരാം. കൊണ്ടുവരുന്നവരുടെ ആധികാരികത ഉറപ്പുവരുത്തി ആ വിഷയത്തിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രഭാഷണങ്ങൾ നടത്താം. നേരിട്ട് വിളിച്ചിട്ട് വരാം കഴിവുള്ള ആർക്കുമല്ലല്ലോ. മേലെ ഇട്ട വീഡിയോയിൽ മറ്റൊരു വെല്ലുവിളിയാണ്. എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയപ്പെട്ട രൂപത്തിൽ വന്നാലും അല്ലാത്ത രൂപത്തിൽ വന്നാലും പിശാചല്ല, അത് പിശാചിൽ നിന്നുള്ള സ്വപ്നമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നമാണ്. ഈ വാദത്തെ പൊളിക്കാൻ പറ്റിയ അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഇമാമിന്റെ ഉദ്ധരണി കൊണ്ടുവരാനാണ്. ശ്രദ്ധിക്കേണ്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയപ്പെട്ട രൂപത്തിൽ വന്നാലും അല്ലാത്ത രൂപത്തിൽ വന്നാലും പിശാചല്ല. നബിതങ്ങളാണ് വന്നതെങ്കിൽ പിശാചല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നാൽ അത് പിശാചല്ല, അതിൽ തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ വന്നെന്ന് ഉറപ്പിക്കണമെങ്കിൽ അതുകൊണ്ടാണ് സഹാബിയാകണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. പിന്നെ അവിടെ നമുക്ക് പറയാനുള്ളത് എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തല്ലാത്ത ആളുകൾ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തോന്നിപ്പിച്ചുകൊണ്ട് കാണുന്ന സ്വപ്നത്തിൽ ഏത് രൂപത്തിൽ കണ്ടാലും അത് നബി തങ്ങൾ തന്നെയാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹിയായ സൂരത്തിലാണെങ്കിൽ പിശാച് അല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. അതല്ലാത്ത ഇങ്ങനെ നബിതാണ് ആർക്കും അറിയില്ല, നബി തങ്ങളുടെ രൂപം ഇത് തന്നെയാണോ എന്ന് അറിയില്ല, പക്ഷേ നബിയാണെന്ന് സ്വപ്നത്തിൽ അവകാശപ്പെടുന്നു. എന്നാൽ അത് നബി അല്ലാതിരിക്കാൻ സാധ്യത ഉണ്ടോ, പൈശാചികമാവോ? ഒരു സ്വപ്നം അങ്ങനത്തെ സ്വപ്നം പൈശാചികമല്ല ആണെന്ന് പറയാൻ തെളിയിക്കാൻ കഴിയില്ല. അഹ്ലുസുന്നയുടെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല എന്നാണ് വെല്ലുവിളിയുടെ ആകത്ത്. എന്നാൽ മഹാന്മാരായും അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കട്ടെ. ഒന്ന് ഇമാം ഖറാഫി പറഞ്ഞു, അത് ഇവര് തള്ളി. ഖറാഫി പറഞ്ഞത് പോട്ടെ, ഏതൊരു കാര്യം ഖറാഫി പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആകെ തള്ളി. എന്താ ഖറാഫിനെ തള്ള? മഹാന്മാരായ അതിനുശേഷം വന്ന പണ്ഡിതന്മാരാരും മഹാനായ ഇമാം ഖറാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത് തെറ്റാണ്, മർദൂദാണ് എന്ന് പറഞ്ഞു കാണുന്നില്ല. ഉണ്ടോ? അതേസമയം തങ്ങളുടെ ശിഷ്യനായ ബഖൂരി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ശരിയല്ല എന്ന്, ശരിയാ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ ബഖൂരി ഇമാം പറഞ്ഞതിനെ എത്ര ആൾ ഉദ്ധരിച്ചു, എത്ര ആൾ അംഗീകരിച്ചു, അതുമാണെന്ന് അറിയാം. ഇവര് പറഞ്ഞത് ബഖൂരി ഇമാം പറഞ്ഞോടുകൂടെ എല്ലാ പണ്ഡിതന്മാരും തള്ളീന, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ഇമാം സുർക്കാനി റഹ്മത്തുള്ളാഹി അൽ മവാഹിബുല്ലദീന്റെ ആശയത്തിലെ കൊണ്ടുവന്ന് ഖറാഫി പറഞ്ഞത് ഉദ്ധരിച്ചിട്ട് അവിടെ ഇമാം ഖറാഫിയെ പരിചയപ്പെടുത്തുമ്പോൾ മഹാനവറുകൾ പറയും അല്ലാമത്തു ശിഹാബ് അൽ ഖറാഫി, അല്ലാമ ശിഹാബുൽ ഖറാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഖറാഫിയുടെ അഭിപ്രായം പറഞ്ഞിട്ട് അതിനെ നിരൂപിച്ച തങ്ങളുടെ ശിഷ്യൻ ബഖൂരിയെ പേര് പോലും പറയാതെ എങ്ങനെ പറഞ്ഞത്? ബാദുമൻകാൽ പറഞ്ഞ ചിലവര് പറഞ്ഞു. എന്നാൽ ബഖൂരി ഇമാമിന്റെ അഭിപ്രായത്തിന് ഒരു പരിഗണന നൽകുന്നില്ല എന്നർത്ഥം. പറഞ്ഞ ചില ആൾക്കാർ പറഞ്ഞു, യഥാർത്ഥത്തിൽ മുഴുത്തബറായ ഒരു അഭിപ്രായമാണെങ്കിൽ, ബഖൂരിയുടേത് മുഴുത്തബറാണെങ്കിൽ അതിനെയാണ് ബഹുമാനപ്പെട്ട സുർക്കാനിയൊക്കെ അംഗീകരിക്കുന്നെങ്കിൽ അവിടുന്ന് പറയുന്നത് എന്താ? ഇതിനെ റദ്ദ് ചെയ്തു ബഖൂരി. അങ്ങനെ പറഞ്ഞോ? അങ്ങനല്ല. അവരുടെ പേരും കൂടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖറാഫിമാനെ പുകഴ്ത്തി വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞെടുത്ത് ബഖൂരി പറഞ്ഞ അഭിപ്രായം പറയുമ്പോൾ എന്താ പറഞ്ഞു? പറഞ്ഞ ചില ആൾക്കാർ ഇതിന് ഇങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അവിടുന്ന് മനസ്സിലാക്കാം ബുദ്ധിയുള്ളവർക്കൊക്കെ. ബുദ്ധിയില്ലാത്തവരോട് പിന്നെ എന്ത് പറഞ്ഞു കഴിയില്ല, കൈതകളോട് എന്ത് പറഞ്ഞു എന്താവട്ടെ. ഈ വിഷയത്തിൽ നബിയാണെന്ന നിലക്ക്, നബിയാണെന്ന് അവകാശം കൊണ്ട് തോന്നിപ്പിച്ചുകൊണ്ട് കാണുന്ന സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യോജിക്കാത്ത രൂപത്തിൽ നബി തങ്ങളെ കണ്ടാൽ ആ സ്വപ്നം എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി ഇബ്നു സലാഹ് തങ്ങൾ ഇനി തള്ളോ സുന്നിയല്ലാതെ അസുന്നിയാന്ന് പറയുമെന്ന് അറിയില്ലട്ടോ, നമുക്കറിയില്ല. മഹാനവറുകളുടെ ഒരു ഇബാറത്ത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഫത്താവ ഇബ്നു സലാഹ് എന്ന്. മഹാനവരുടെ ഫത്താവയിൽ നോക്കുക. മൂപ്പര് പറയാം, ഫാസിദായ സ്വപ്നങ്ങളും സാലിഹായ സ്വപ്നങ്ങളും എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദ്യത്തിന് മൂപ്പര് പറയാം, മഹാനവർ തുറന്ന് പറയുന്നു, ഫാസിദായ സ്വപ്നങ്ങളെ മനസ്സിലാക്കാൻ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. ചില അടയാളങ്ങളൊക്കെ അതിന് കുറച്ച് ഭാഗത്ത് അവിടെ അള്ളാഹുവിന്റെ സറാഹിൽ പറഞ്ഞിട്ടുണ്ട്, അതുമായി വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവർ പറയുന്നു, ഫമിൻഹ, ആ ഫാസിദായ സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അവൻ കാണൽ മുഹാലാത്തായ അസംഭവ്യമാക ഒരിക്കലും സംഭവിക്കാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ സ്വപ്നം കാണും. മിമ്മ എങ്ങനെ കാരണം ഏതൊക്കെയാണ് അല്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിമ്മ യുലമു അല്ലെങ്കിൽ മിമ്മ യാലമു മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മിമ്മ യുലമു അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. അന്നഹു കാര്യം ലാ യൂജദു ഒരിക്കലും ഉണ്ടാവൂല, ഉണ്ടാവൂല എന്നുള്ള സംഗതി മുസ്തഹീലായ സംഗതിയാണ് എന്ന നിലക്കുള്ള അല്ലാത്ത കാര്യങ്ങൾ. അതേതുപോലെ
അവിടെ യറ എന്നൊരു വാക്ക് അവിടെ ഇബാറത്തിൽ കോപ്പിയിൽ വിട്ടുപോയിട്ടുണ്ട്. ഫതാഹ് സലാഹിന്റെ പ്രിന്റിന്റെ കോപ്പിയിലൊക്കെ അത് ശരിക്കും കാണാവുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. എങ്ങനെ അതിനൊരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു തആല മുസ്തഹീലായ സിഫത്തും വാജിബായ സിഫത്തും ജായിസായ സിഫത്തും 40 സിഫത്ത് നമ്മൾ സുന്നികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മുസ്തഹീലായ കുറെ സിഫത്തുകളുണ്ട്. ആ മുസ്തഹീലായ ഏതെങ്കിലും ഒരു രൂപത്തിൽ അല്ലാഹനെ കാണുക, ആ സിഫത്തിൽ കാണുക, അത് ഫാസിദായ സ്വപ്നം. ഇനി പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് തങ്ങൾ പറയാണ്, ഫാസിദായ സ്വപ്നം ഔ യറ, അല്ലെങ്കിൽ അവൻ കാണാൻ നബിയൻ, ഏതെങ്കിലും ഒരു നബിയെ, ഒന്നുകിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലെങ്കിൽ ആദം നബി, മൂസ നബി, ഈസാ അലൈഹിമുസ്സലാം, ഇവർ ആര് ഏതൊരു നബിയാട്ടെ, ഏതെങ്കിലും ഒരു നബിയെ കാണുക. എന്ത് കാണുക, എങ്ങനെ കാണുക? യഅ്മലു അമലൽ ഫറായിന, ഫറായിനത്തിന്റെ പണി ചെയ്യുന്നതായിട്ട്. ഫറായിനത്തെ ഫറോവമാരുടെ ജോലി, ഫറോവമാർ ചെയ്ത ഒരുപാട് തമ്മാടിത്തരം തോന്നിയാസങ്ങൾ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു പരിപാടി അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാക്കട്ടെ അങ്ങനത്തെ സ്വപ്നത്തൊക്കെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജനാബിനോട് ഒരിക്കലും യോജിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടുന്നതായിട്ട് ഫറായിനത്തിന്റെ അമൽ ചെയ്യുന്നത് കണ്ടു നോക്കുക. ഇങ്ങനെ ഒരാൾ കണ്ടാൽ ഔ യറ കൗലൻ, അല്ലെങ്കിൽ ഒരു വാക്ക് കാണുക, അല്ലെങ്കിൽ പറയുന്നതായിട്ട് കാണുക. കേൾക്കാന്നല്ല കേട്ടോ, ഇവിടെ മുപ്പത് ഭാരത്തിലുള്ളത് ഔ യറ കൗലൻ ലാ യഹില്ലു തഫവ്വു ബിഹി, തൊള്ളോണ്ട് പറയാൻ പറ്റാത്ത വർത്താനം, അങ്ങനത്തെ എന്തെങ്കിലും മ്ലേച്ഛമായ വർത്താനം കേൾക്കാം സ്വപ്നം. ഒമിനാദൽ കബീല, ഇത് ഈ കൂട്ടത്തിൽപ്പെട്ടാണ്. ഇങ്ങനെയുള്ള ഇത്തരം ഈ കബീലയിൽപ്പെട്ടത് തന്നെയാണ് സഹിയായ ഹദീസിൽ വന്ന കാര്യം. എന്ത്, നബി ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു. നിബിതങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ സ്വപ്നം കണ്ടു, എന്റെ തല മുറിക്കപ്പെട്ടായിട്ട്, തല ഛേദിക്കപ്പെട്ടതായിട്ട് സ്വപ്നം കണ്ടു. ഇതൊക്കെ ഈ കൂട്ടത്തിൽ കബീലയിൽ വരുന്നതാ. എന്നാൽ ഇങ്ങനെ ഇത്തരം സ്വപ്നങ്ങളാണ് പൈശാചികമായ സ്വപ്നം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്തഹീലായ ഏതെങ്കിലും സിഫത്തിൽ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാബിനോട് യോജിക്കാത്ത, അവിടുത്തെ മഖാമിനോട് ഒരിക്കലും യോജിക്കാത്ത വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അവൻ കാണുക, കേൾക്കൽ, എങ്ങനെ പറയുന്നതായിട്ട് അവൻ അത് ഒരിക്കലും തൊള്ളോട് പറയാൻ പറ്റാത്ത രൂപത്തിൽ എന്തെങ്കിലും വാക്കുകൾ പറയുന്നതായിട്ട് കാണും. ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇത്തരം സ്വപ്നങ്ങളൊക്കെ ശൈത്താനിയത്താണ്, ശൈത്താനിയായ പൈശാചികമായ സ്വപ്നമാണെന്ന് വളരെ വ്യക്തമായ സ്വരിയായ നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് തങ്ങൾ ഫതാവയിൽ പറയാണ്. അല്ലത്തി വറദൽ ഹദീസ് ബിഅന്നഹ തഖ്സീനും മിനശ് ശൈത്താനി ഔ തലഉബ് ബിൽ ഇൻസാൻ, അത് പിശാചിന്റെ ഭാഗത്തുനിന്ന് മനുഷ്യന് ഒരു ദുഃഖമുണ്ടാക്കാൻ വേണ്ടി, അവനെ വേദനിപ്പിക്കാൻ വേണ്ടി, അവനെ ഉത്കണ്ഠയുണ്ടാക്കാൻ വേണ്ടി പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നങ്ങളാണ് ഇതൊക്കെ എന്ന് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതിനുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് ചോദിച്ചപ്പോൾ അത് പിശാചിന്റെ ഭാഗത്ത് മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ കളിക്കുന്നതാണ്. അപ്പൊ ഇത് പൈശാചികമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് തങ്ങൾ. അപ്പൊ ഒരു നബിയെ അനുയോജ്യമല്ലാത്ത രൂപത്തിൽ കണ്ടാൽ അത് പൈശാചികമാണെന്ന് തീർത്തു പറയുന്നു. അഹ്ലു സുന്നയുടെ ഇമാമാണെന്ന് സുന്നികൾ വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് തങ്ങൾ അവിടുത്തെ ഫത്താവയിൽ. ഇനി അടുത്തത് ഹനഫി പണ്ഡിതൻ, അംബനി മദ്ഹബ് പണ്ഡിതനായ സ്വപ്ന വ്യാഖ്യാതാവ് കൂടിയായ ഇബ്രാഹിം ബിൻ വന്നാം എന്ന് പറയുന്ന ഒരാൾ ഹിജ്റ 779 വഫാത്താണ്. അദ്ദേഹത്തിന്റെ തഅബീർ റുഇയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന ചെറിയൊരു ഇബാറത്ത് ഞാൻ അൽ മക്കാലത്തു സാബിയത്ത്, ഏഴാമത്തെ മക്കാല ഫി റുഇയൽ ബാത്തിലത്തി, ബാത്തിലായ സ്വപ്നങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ്. അല്ലത്തി ഹിയ തഹ്സീനു മിൻ ശൈത്താനി, ബാത്തിലായ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ള തഹ്സീനിന്റെ സ്വപ്നങ്ങളാണ്. മനുഷ്യന് ഉത്കണ്ഠയും ദുഃഖവും സ്വപ്നം കണ്ട പലരും ഭയങ്കര മനോവിഷമങ്ങളുണ്ടാവും. അങ്ങനെ മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സ്വപ്നം അത് റുഇയിൽ പെട്ടൂല. അത് പിന്നെ ഇതിലപ്പെട്ട അത് അഹ്ലാം ഹുൽമ മുത്തഫഖ് അലൈഹി ഹദീസിൽ കാണാം. മുത്തഫഖ് അലൈഹി ഹദീസിൽ എന്തുണ്ട്? അർറുഇയ മിനല്ലാഹി വൽ ഹുൽമു മിനശ് ശൈത്താൻ കണ്ട ഹുൽമ ശൈത്താന്റെ ഭാഗത്ത്, ആ ഹുൽമിലാ പെടുക. മനസ്സിലായില്ലേ? മിസാലുഹു, അതിന് ഉദാഹരണം, ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ടവർ പറയാണ് ഉദാഹരണം നോക്കാം. അയ്യറല്ലാഹു തആല ഫീ സൂറത്തിൻ
ഒരു സൂറത്തിന് അള്ളാനെ കാണാൻ ഉയറാൻ മലക്കൻ അല്ലെങ്കിൽ ഒരു മലക്കിനെ കാണാൻ ജായിലെ അവനിലേക്ക് വന്നു ഫീ ലഹുവിൻ വലാബിൻ കളി തമാശ വിനോദങ്ങളിലായിട്ട് കൊമാളി എത്തിയിട്ട് ഒരു മലക്ക് വരും അവൻ്റെ അടുത്ത് ഈ രൂപത്തിലൊരു മലക്കിനെ കാണും ഔ യറാ നബിയ്യൻ മിനൽ അംബിയായി അല്ലെങ്കിൽ അംബിയാക്കളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നബിയെ കാണാൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഏതോ ആവട്ടെ ഏത് നബിയെ കണ്ടാലും അലൈഹിമുസ്സലാം യഅമലു അമലൽ ഫറായിന ഇബ്നു സലാഹ് തങ്ങൾ ഉപയോഗിച്ച അതേ വാക്ക് തന്നെ പറയുന്നു യഅമലു അമലൽ ഫറായിന ഫറായിനത്തിന്റെ അമൽ ചെയ്യുന്നതായിട്ട് കണ്ടാൽ ഔ യറൻ നബിയ മക്ഫൂഫൻ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്ഫൂഫായിട്ടാണ് കണ്ണ് കാഴ്ചയില്ലാത്ത കുരുടനായിട്ട് കാണാം നഅൂദു ബില്ലാഹി അത്തരത്തെ സ്വന്തം തൊട്ട് നമ്മളെ കാക്കട്ടോ ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയോജ്യമല്ലാത്ത വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക അല്ലെങ്കിൽ ഏതെങ്കിലും നബിമാരെ കാണുക ഇത് ബാത്തിലായ സ്വപ്നമാണ് അത് പിശാചിന്റെ തഹ്സീൽപ്പെട്ടാണ് അപ്പൊ ചോദ്യം അതെവിടെ പിശാചിന്റെ സ്വപ്നമാണ് വിഭാഗത്ത് ഏതോ ഒരു വിഭാഗത്ത് മുമ്പ് വായിച്ചതിനെ പറ്റി പറയാം അവിടെ പിശാചിന്റെ ഭാഗത്താണ് പിന്നെ ഈ പറഞ്ഞതിന് വായനെന്താ ബാത്തിലായ സ്വപ്നമാണ് അത് പിശാചിൽ നിന്നും തഹ്സീനാണ് അത് പിശാചിന്റെ ഭാഗത്തു നിന്നാണ് ആ സ്വപ്നം എന്നാണ് ഈ സ്വപ്നത്തെ ഒരു ബാത്തിലായ റുയല ഇത് റുയിൽ പെടൂല ബാത്തിൽ ശരിക്കും റുയ എന്ന് പറഞ്ഞാൽ സ്വാദിക്കായ റുയുണ്ട് സ്വാദിഹായ റുയൽ ഇത് പെടൂല ഇത് എന്തിലാ വിടുക ബാത്തിലായ റുയ ഇതിലാ വിടുക അത് പിശാചികമാണ് പൈശാചികമാണ് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഇനിയും ചോദിക്കും അത് പിശാചിന്റേതാണെന്ന് എവിടെ പറഞ്ഞു എന്താ പിന്നെ പറയാം മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യൻ ഇനി ഒരു വിഭാഗത്തും കൂടി നമ്മുടെ അവിടെ ബഹുമാനപ്പെട്ട സഫീരിയുടെ അദ്ദേഹം ഹിജ്റ 956 വഫാത്തായ അദ്ദേഹത്തിന്റെ ബുഖാരിക്ക് ഒരു ശറഹുണ്ട് ബുഖാരിക്കാണെങ്കിൽ ശറഹെന്നാണ് അദ്ദേഹം ബുഖാരി ഇങ്ങനെ മജ്ലിസുകൾ വാള് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന മജാലിസുൽ വാളിയ എന്ന് പറയും അങ്ങനെ വിശദീകരിച്ച ആ വിശദീകരണം ക്രോഡീകരിച്ചിട്ടുണ്ട് മഹാന്മാർ ആ വിശദീകരണത്തിൽ മഹാനവറുകൾ പറഞ്ഞ പോലെ സത്യമായ സ്വപ്നങ്ങൾക്ക് കുറെ നിബന്ധനകൾ ഉണ്ട് ആ ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വന്നാൽ ഇടർച്ച വന്നാൽ ചെയ്യാൻ കഴിയില്ല പറ്റൂല എന്ന് പറഞ്ഞാൽ അത് താബീർ ചെയ്യാനുള്ള സ്വപ്നമല്ല സത്യസ്വപ്നമല്ല അത് എന്താണ് ബാത്തിലായ സ്വപ്നമാണ് താബീറില്ല അഥവാ അൽഗാസ് അഹ്ലാം ഹുലുമിൽപ്പെട്ടതാണ് ഹുൽമു മിന ശൈത്താനാണെന്ന് ഹദീസിലുണ്ട് വമിൻഹ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സാലിഹല്ലാത്ത അൽഗാസ് അഹ്ലാമിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അല്ലാ യറാ മാ ലാ യകൂൻ അവൻ ഉണ്ടാകാത്തല്ലാത്തതിനെ കാണാതിരിക്കുക അയ്യറാന്നട്ടോ അവിടെ അയ്യറ മാലായ കൂനുക്കൽ മുഹാലാത്ത് വൈരിഹ അഭിഭാരത്തില് പിന്നെ ചെറിയ പ്രശ്നം എന്റെ മുഹാലാത്ത് പോലെയുള്ള സംഗതികളെ കാണാം ഒരിക്കലും ഉണ്ടാകാത്ത മുഹാലായ സംഗതികളെ കാണാം അതതിന് ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സിഫത്തി മുസ്തഹില ഇബ്നു സലാഹ് തങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ പറഞ്ഞ അതേ ഇബാറത്ത് അല്ലാഹു തആലക്ക് മുസ്തഹിലായ ഒരു സിഫത്തിന്റെ മേൽ അല്ലാഹനെ കാണാ ഔ യറാ നബിയ്യ യഅമലു അമലൽ ഫറായിന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബിയെ ഫറായിനത്തിന്റെ അമൽ ഫറോമാർ അമൽ ചെയ്യുന്നതായി കാണുക ഇങ്ങനെയൊക്കെ കണ്ടാ അത് ഏതിലാ വിടുക അല്ലാഹു അലാമില അല്ലാഹു അലാം ആരുടെ ഭാഗത്തുനിന്നാ അത് പിശാചിന്റെ ഭാഗത്തുനിന്ന് അത് പിശാചിന്റെ ഭാഗത്തുനിന്നാണ് വേറെ സ്ഥിരപ്പെട്ട കാര്യമാണ് ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ് ഇവിടെ തിട്ടാ ചോദിച്ചു അത് പിശാചിന്റെ ഭാഗത്തുനിന്നാണ് അവിടെ അത് പൈശാചികാണ് അവിടെ ആ അല്ലാഹു അഹ്ലാമാണ് അല്ലാഹു അഹ്ലാം ഹലുമന്റെ ശൈത്താന്റെ ഭാഗത്തുനിന്നാണ് ഇനി ഇത് ഗതീരിലും ഈ ഭാരതത്തിൽ ഇത് നമ്മൾ വായിച്ചു തോന്നുന്നു അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അതവിടെ പിശാചിന്റെ ഭാഗത്തുനിന്നാണ് അവിടെ ഏതാ ചോദ്യം അതിന്റെ ചോദ്യമാണ് തിരിഞ്ഞോൽക്ക് തിരിയാത്തവർക്ക് അഭിനയിക്കണവർക്ക് എന്ത് പറഞ്ഞ കാര്യമില്ല കാണാം അൽഗാസിൽ നിന്ന് രക്ഷപ്പെട്ട ഖാലിസായ സ്വപ്നം സാദിക്കായ ശരിക്കുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനോ ഏതാണ് അൻവാൻ പലയിട്ടുണ്ട് അൻവായ് പലയിട്ടാണ് അപ്പൊ സാദിക്കായ സ്വപ്നങ്ങളിൽ നിന്ന് ഖാലിസായ സ്വപ്നം എന്താണ് പറഞ്ഞത് സാദിക്കായ സ്വപ്നം എന്ന് പറഞ്ഞാൽ അൽഗാസിൽ നിന്ന് അൽഗാസിന്റെ കലർപ്പില്ലാത്ത സ്വപ്നമാണ് സാദിക്കായ സ്വപ്നം വൽ അൽഗാസ് അൻവാഅ് അൽഗാസ് പല ഐറ്റാണ് ഈ ഭാഗത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ചിലപ്പം ഇടർച്ച വരുന്നത്
വൽ അൽഗാദ് അൻവാ, അൽഗാദ് പല ഐറ്റം. അതായത് പറയാം അല്ല ഒരു ഒന്നാമത്തെ ഐറ്റം തലാബു ഷൈത്താൻ, ഒന്നാമത്തെ ഐറ്റം ഷൈത്താന്റെ തലാബ് കളി. ഇവരെ കണ്ട് ഇങ്ങനെ കളിച്ച മൊച്ചക്കളി കണ്ടിട്ടില്ലേ? ഈ കുറവേരൊക്കെ പാടാൻ മൊച്ചയിട്ട് കളിക്കുന്ന അങ്ങാടിയിലൊക്കെ ചിലപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടി, വളരെ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ അങ്ങാടിയിലൊക്കെ പോകുമ്പോൾ സിറ്റിയിലൊക്കെ കാണാം മൊച്ചയുടെ വെച്ച് കളിക്കും. എന്നതുപോലെ പിശാച് വരട്ട് ഇങ്ങനെ കളിപ്പിക്കണം. അതിനുദാഹരണം അന്നഹു യാറ അന്നഹു കുത്തിയാറു, അവന്റെ തല ഛേദിക്കപ്പെട്ടായിരിക്കാന. രണ്ടാമത്തത് ഏതെങ്കിലും ഒരു നബി ഓനോട് ഹറാമോ ഹലാലോ അല്ല മുഹാലോ ആയ കാര്യങ്ങളെ കൽപ്പിക്കുന്നതായിട്ട് കാണാം. ആ അത് നബിയോട് യോജിച്ച സ്വപ്നമല്ല. ഇതൊക്കെ അൽഗാദിൽപ്പെട്ടത്. അപ്പോ അൽഗാദ് അഹ്ലാം അത് പിശാചിന്റെ ഭാഗത്തു നിന്നാണ്. അത് മുമ്പുള്ള ഇബാറത്തിൽ നമ്മൾ വ്യക്തമാക്കി. മാത്രമല്ല അൽഗാദ് അഹ്ലാം, അഹ്ലാം ഹുലും അത് ശൈത്താന്റെ ഭാഗത്താണ് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് മനസ്സിലാക്കുക, മഹാന്മാരായ അയിമ്മത്ത് സ്വപ്നങ്ങള് കാണുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്താണ് ഇരിക്കണം? ഇത് ഈ നിലക്കുള്ള സ്വപ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. അത്തരം സ്വപ്നങ്ങൾ പൈശാചികമാണെന്ന് പറഞ്ഞ ഇമാമിങ്ങൾ അഹ്ലു സുന്നയുടെ ഭാഗത്തുണ്ട് എന്ന് ചുരുക്കം. അല്ലാതെ അങ്ങനെ അഭിപ്രായമുള്ളൂ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ പറയുന്നത് എന്താ, ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം പണ്ഡിതന്മാർക്കുണ്ട്. അങ്ങനെ ഒരു പണ്ഡിതൻ പറഞ്ഞ അയാളെ ആക്ഷേപിക്കാനുള്ള അർഹതയില്ല എന്നത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആ പണ്ഡിതന്മാരെ വഹാബിയും പറഞ്ഞ് തെറി വിളിക്കുന്നത് ശരിയല്ല എന്ന് പറയാനാണ് നമ്മൾ ഈ വിഷയം ഇവിടെ കൊണ്ടുവരുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.